നമസ്കാരം. ചേഞ്ച് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമസ്കാരം. എന്നാണ്ട്? നമസ്കാരം. എന്നാ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പ ദുഃഖത്തിലാണ് സാറേ. എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന അല്ലെ അനുശാസിക്കുന്ന അല്ലെ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു തേക്കം ഉള്ളിലുണ്ട്. ഇന്ത്യയിൽ നല്ല ലോകത്തിൽ ഈ പ്രബോധനം അല്ലെങ്കിൽ മത തീവ്രവാദം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പല മത തീവ്രവാദം അല്ലെങ്കിൽ പിന്നെന്താ മതം മാറ്റല് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കും. അറസ്റ്റിനെ കുറിച്ചായിരിക്കും പറഞ്ഞു വരുന്നത് അല്ലേ? തീർച്ചയായും വളരെ ദുഃഖകരമായ കാര്യമാണ്. ദുഃഖം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ചില ആൾക്കാർ, ചില ശക്തികൾ നമ്മുടെ ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊരു തോന്നൽ. സാറിന്റെ അഭിപ്രായം എന്താണെന്ന്? തീർച്ചയായും വളരെ മോശകരമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മോശകരമെന്നല്ല, ശരിക്കും ഒരു ഗുണ്ടായുസം കാണിച്ച് രണ്ട് സിസ്റ്റേഴ്സിനെ. കാരണം അവർ ചെയ്ത പ്രവൃത്തികൾ എന്താണെന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിയുന്നുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവർ നയിക്കുന്ന ജീവിതത്തിൽ അവരെ ശരിക്കും ഒരു മതത്തിന്റെ പേരിൽ ഒരു സംഘം ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ അവരെ തല്ലാനും അവരെ ക്രൂരമായി പീഡിപ്പിക്കാനും നോക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യമാണ്. സാർ, ഈ മതപരിവർത്തനം എന്നാണ് ഇവര് പറയുന്നത്. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ സാർ നമ്മുടെ പഴയ കേരളം ഒന്ന് കണ്ടു. സാറിനും നമുക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാറാവ്യാധികൾ, വസൂരി അടക്കമുള്ള മാറാവ്യാധികളൊക്കെ വന്ന് വിദ്യാഭ്യാസമില്ല, കഴിക്കാൻ ആഹാരമില്ല, പാടത്തും പറമ്പിലും ഒക്കെ പെടഞ്ഞ് മരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരവസ്ഥയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ സാർ? ആ കാലഘട്ടത്തിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തിയ ഒരു മിഷണറി പ്രവർത്തനം ലോകം മുഴുവൻ അതുണ്ട്. ആഫ്രിക്കയിലെ, ഇന്ത്യയിലെ, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ മാലാഖമാരെ പോലെ വരുന്ന അവരെയൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യുക. അതും ഈ ബജ്രംഗ് ദൾ എന്നാ പറയുന്നത് ആ സംഘടന. ഇന്ത്യയിലെ എല്ലാ സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അവകാശം ഉണ്ടല്ലേ സാറേ? സാറൊന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവര് അറസ്റ്റിലാകപ്പെടാതെയും വാദി പ്രതിയാകുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ശരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സിസ്റ്റേഴ്സിനെ മർദ്ദിക്കാൻ ഇപ്പം താങ്കളെ തന്നെ ഒരാൾ മർദ്ദിക്കാൻ വരുന്നു, അവസാനം മർദ്ദിക്കാമെന്ന താങ്കൾ ശരിക്കും പ്രതിയാകുകയും മർദ്ദിക്കാമെന്നവൻ വെളിയിൽ സ്വതന്ത്രനായി വാദിയായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭരണഘടന ഇവിടെ നോക്കൂത്തിയാകുമല്ലോ സാർ? അത് തീർച്ചയായും. കാരണം അവർക്ക് സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ അവർ കോടതിയിലാണ് പോകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം കോടതിയാണ് അതിന് ഇവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയേണ്ടത്. അതിനു മുമ്പ് ഈ സിസ്റ്റേഴ്സിനെ ജയിലിൽ അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനത്തെ, കാരണം നിയമം കയ്യിലെടുക്കുക എന്ന് പറയും. നിയമം കയ്യിലെടുക്കുക, ഓരോരുത്തരും നിയമം കയ്യിലെടുത്താൽ നമ്മുടെ രാജ്യം അരാജകത്വത്തിലേക്ക് പോകുന്നു. കാരണം അധികാരവർഗം ഇന്ന് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയില്ലെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. ഈ ബജറംഗ് സംഘവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കണം ഇട്ടേക്കുന്ന ജാമ്യം കിട്ടാത്ത അവർ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഏത് വകുപ്പ് അനുസരിച്ച് ഇപ്പം നേരത്തെ ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡേഴ്സ് 1 വർഷത്തിന് മുകളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. അവർക്ക് ജാമ്യം കിട്ടാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ PMLA വകുപ്പ്. കാരണം പലർക്കും നമ്മുടെ നാട്ടിൽ അറിയത്തില്ല PMLA വകുപ്പ് എന്താണെന്ന് പോലും. കാരണം PMLA വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് പോലും ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പിടിക്കപ്പെടുന്ന വ്യക്തിയാണ് അതിന് തെളിവ് കൊടുത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിവ് കൊടുത്ത് സ്വയം രക്ഷപ്പെടേണ്ടത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഉള്ള പാടെന്താണെന്ന് ഒരു സാധാരണക്കാരൻ അവൻ അറിയാതെ ഒരു കാര്യത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ തന്നെ തെളിയിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ നിയമത്തിൽ അല്ലേ? അതെ, കാരണം വളരെ പാടുള്ള കാര്യമാണ് അത് തെളിയിക്കാൻ. ഒരുത്തനെ കുറ്റവാളിയാക്കാൻ എളുപ്പമാണ്, പക്ഷെ അവന് ചെയ്യാത്ത ഒരു കുറ്റം അവൻ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കണമെങ്കിലുള്ള പാടെന്താണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ മുഴുവൻ മീഡിയകളും റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ TTR റെയിൽവേയിലെ TTR ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരെ ഏൽപ്പിച്ചതുപോലാണ്. ഈ TTR ആണ്
TTR-കാർക്ക് ഇത് കൊടുത്തത്. അല്ല, അത് അങ്ങനെയാണ്. TTR ഇപ്പൊ ഈ സിസ്റ്റേഴ്സ് ചെയ്തത് തെറ്റാണെങ്കിൽ TTR ബജരംഗദൾ പ്രവർത്തകരെയാണോ വിളിക്കേണ്ടത്? നിയമസംഹിതയാണ് ബന്ധപ്പെടുന്നത്. കാരണം അതിനു പകരം അവർ ബജരംഗദൾ പ്രവർത്തകരെ വിളിച്ചെങ്കിൽ ആ TTR ഉൾപ്പെടെ ഭീകരനാണെന്ന് നമ്മൾ പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ഇന്നത്തെ വേറൊരു കാര്യം കൂടെ സാർ, ഞാൻ പിന്നണിയിൽ നിൽക്കുകയും സാർ മുന്നണിയിൽ നിൽക്കുകയും ചെയ്യുന്നത് ചോദ്യ ഉത്തര പരിപാടിയാണ്. ചില ചോദ്യങ്ങള് ചോദ്യകർത്താവ് ചോദിക്കുന്നതിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസറും ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം കൈമാറും, അല്ലെ? ഇന്ത്യയിലെ ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പവിത്രവും പരിപാവനമായി ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. മതമില്ലാത്തവനും ജീവിക്കാം, മതമുള്ളവനും ജീവിക്കാം, വിശ്വാസിക്കും ജീവിക്കാം, അവിശ്വാസിക്കും ജീവിക്കാം എന്നല്ല നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ലേ? അതെ. കാരണം ഒരു അവിശ്വാസിക്ക് അവന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവന് വിശ്വാസം ഇല്ലാതെ ജീവിക്കാം, ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം. അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട് സാറേ. ഞാൻ ഇടയ്ക്ക് പറയുന്നത് വീണ്ടും സോറി ചോദിക്കുന്നു. ഈ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാൾക്ക് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകാനും ഇപ്പം ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായി അറിയില്ല. അപ്പം ഈ നമ്മൾ പറയണത് ഈ രാവിലെ ഹിന്ദുവിൽ വിശ്വസിക്കുന്ന ഉച്ച കഴിഞ്ഞ് ക്രിസ്ത്യൻസിലും വിശ്വസിക്കാം, വൈകുന്നേരം മുസ്ലിംസിലും വിശ്വസിക്കാം. മതം മാറുകയും ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. അതെ. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നു. എനിക്ക് നാളെ എന്റെ വിശ്വാസം തെറ്റാണെന്ന് തോന്നുക, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസം എന്റെ മതത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് തോന്നിയാൽ എനിക്കത് വിശ്വസിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പം പണം തന്നെ സ്വാധീനിക്കുന്നു, അതാണ് തെറ്റാണ്. പക്ഷെ അങ്ങനെയല്ലാതെ ന്യായമായി എന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്താൽ അതിനെ ഒരിക്കലും. പക്ഷെ ഇവിടെ സംഭവിച്ച അതാണെന്ന് പോലുമല്ല. കാരണം ഒരു വ്യക്തിയെ അവന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ സിസ്റ്റേഴ്സ് ഒരു സേവനം ചെയ്തെടുത്തുനിന്നാണ് സിസ്റ്റേഴ്സിനെ അവർ ചെയ്തത്. സേവനം മാത്രമല്ല, അവർക്ക് കഞ്ഞിക്ക് വക തേടി കൊടുത്തതാണ്, അതായത് ജോലിക്ക് കൊണ്ടുവരാം. അതെ. നമ്മുടെ ചാനല് ഈ ഒരു കാര്യത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കേണ്ടതുണ്ട് സാറേ. അതെ, തീർച്ചയായും ശക്തമായ പ്രതിഷേധവും നമ്മുടെ അധികാരികൾ ചെയ്യുന്ന തെറ്റായ ചെയ്തികളെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കും. അത് നമ്മുടെ ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം അത് നമ്മൾ തീർച്ചയായും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മഹാത്മാക്കൾ നമുക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തേടിത്തന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം നമ്മളൊരു അടിമത്ത വ്യവസ്ഥയിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയാണ്. അത് വീണ്ടും നമ്മളൊരു അടിമത്ത വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നമ്മൾ അടിമകളാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു കലാപ കേന്ദ്രമായി മാറി നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നഷ്ടപ്പെടുകയോ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ സംഘടനകൾക്കും, തീവ്രവാദ സംഘടനകൾ ഒഴിച്ച് എല്ലാ ബജരംഗദളിന് പ്രവർത്തിക്കാം, അതുപോലെ തന്നെ എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാം. തീവ്രമായ നിലപാട് എടുക്കാതിരുന്നാൽ മതി. നമ്മുടെ ഭരണഘടന മതസംഘടനകൾ തന്നെയല്ല, രാഷ്ട്രീയ സംഘടനകൾക്കും എല്ലാം മറ്റൊരുത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ ആർക്കും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായും മുന്നോട്ട് പോകാൻ പറ്റേണ്ടതുണ്ട്. അങ്ങനെ പറ്റേണ്ടതുണ്ട്. നമ്മുടെ ചാനൽ, നമ്മുടെ ചേഞ്ച് എന്ന നമ്മുടെ ചാനൽ, ഞാനും ഷൈജു സാറും പിന്നണിയിൽ മുന്നണിയിൽ നിന്നും ഈ സിസ്റ്റേഴ്സിനെ, ഭൂമിയിലെ മാലാകമാരെ, പാവങ്ങളുടെ ഒരു എന്താണ് പാവങ്ങളെ തീർച്ചയായിട്ടും മൂക്കള, മലം, പിന്നെ അപ്പി, ഈ കണ്ടമാനം ഒരു മനുഷ്യന്റെ എല്ലാ വേസ്റ്റേജുകളും കൈകൊണ്ട്, ഒരു ഗ്ലൗസ് പോലും ഇടാ, കൈകൊണ്ട് തൂത്തുവാരി അല്ലെങ്കിൽ കഴുകി വൃത്തിയായി വെടിപ്പാക്കി. മദർതെരേസയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവർ കുഷ്ഠരോഗികളെ, കാരണം ആൾക്കാർ തൊടാൻ ഇറക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പോലും പരിരക്ഷിച്ചുകൊണ്ടാണ് അവര് പോയത്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ വിശ്വാസം മാത്രമല്ല, മറ്റു മതങ്ങളിലും എല്ലാം ഇതുണ്ട്. അതെല്ലാം നമ്മൾ മാനിക്കണം. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ തീർച്ചയായും അവരെ ശരിക്കും നമ്മൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാവപ്പെട്ടവനും രോഗികളുമായ ആൾക്കാർക്ക് ഒരു ആശ്രയമാണ് അവര്. സാറേ, ഒരാളെ സഹായിച്ചില്ലെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതരായി നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക. പക്ഷെ ഈ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണം. ആ നീതി ലഭിക്കേണ്ടത്, നീതി കൊടുക്കേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ജിയുടെ ഗവൺമെന്റാണ്. ബഹുമാനപ്പെട്ട എല്ലാ ആൾക്കാരും അവർക്ക് നീതി കൊടുക്കണം. ഇത് വേറൊരു വയലൻസിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കല്ലേ എന്ന് നമ്മുടെ ചാനല് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന പോലെ തീർച്ചയായും തീർച്ചയായും അഭ്യർത്ഥിക്കുന്നു. ഈ സിസ്റ്റേഴ്സിനെ
ന്യായമായ ഒരു നീതി കിട്ടണം. അവരുടെ ആ സംവിധാനം തീർച്ചയായും മുന്നോട്ട് ജനങ്ങളുടെ ഒരു സേവനത്തിന് വേണ്ടി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഒരുക്കണം. എല്ലാവരും അതിനുവേണ്ടി ഒന്നായിരിക്കണം എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.